ഓപ്പറേഷൻ കഴിയാണ്ട് തുറന്നു പിടിച്ച് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഉണ്ണിയുടെ ഇതിൽ കാണേണ്ടതായിട്ട് വരുന്നു, നമുക്കത് കാണാൻ പറ്റിയില്ല. എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. അപ്പോ ഇന്ന് ഞാൻ ലീവായിരുന്നു, അപ്പോ അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്നത്. അതായത് ഉണ്ണികളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടാ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണീനെ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ വീണ്ടും ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ നീട്ടി വെച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓപ്പറേഷൻ നീട്ടി വെച്ചു, പക്ഷെ നമുക്കത് ഇങ്ങനെ എന്താ പറയണേ, എത്രത്തോളം നീട്ടി കൊണ്ടുപോകണോ അത്രത്തോളം നമുക്ക് ടെൻഷൻ കൂടി വരാം. കാരണം അവൻ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ അവന്റെ കൂടെ അവന്റെ അതേ ദിവസം ജനിച്ച് പഠിക്കാനും അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങി. അപ്പോ അത് കാണുമ്പോഴും പിന്നെ അവരുടെ പേരൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തായാലും മോനെ അംഗനവാടി ചേർത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോ അങ്ങനെ എന്തായി, ഓപ്പറേഷൻ കഴിഞ്ഞോ, എന്തായി, കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ പ്ലേ സ്കൂളില് ആണെങ്കിലും വിടാൻ ഇപ്പൊ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോ ഓപ്പറേഷൻ കഴിയാണ്ട് അവനെ വിടാൻ പറ്റത്തില്ല. കാരണം എന്താ പറയണേ, നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ മക്കളെ എത്രയ്ക്ക് നല്ല സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിലും നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ അവൻ നല്ല വികൃതിയാണ്. രണ്ടാമത്തെ കാര്യം ഈ ഓപ്പറേഷൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് മെയിനായിട്ട് നമ്മള്. അപ്പോ നമുക്കുണ്ട് വിഷമം, ഉണ്ണീനെ അങ്ങനെ വിടാൻ പറ്റാത്തതിലൊക്കെ. അവരെ എല്ലാരും ചോദിക്കണത് പോരാഞ്ഞിട്ട് നമുക്കും ഉള്ളിലൊരു വിഷമമുണ്ട്. എന്താ പറയണ, മറ്റുള്ള കുട്ടികളെ പോലെ അങ്ങനെ വിടാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ട് പോകും തോറും അതിന്റെ ടെൻഷനും കൂടുതലായിട്ടാണ് വരുന്നത്. ഇപ്പൊ വണ്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ടാവട്ടെ, ഞങ്ങള് ഇവിടെ പുറത്തിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചു. ഡോക്ടറെ കണ്ടിട്ട് സംസാരിച്ച് ഓപ്പറേഷൻ കുറച്ചും കൂടി നേരത്തെ ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ. പിന്നെ കുഞ്ഞുമോൾക്ക് അവൾക്ക് കുത്തിവെപ്പ് ഉണ്ടായിരുന്നു, 3.5 മാസത്തിന്റെ കുത്തിവെപ്പ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ രാവിലെ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവന്റെ കണ്ണിന്റെ കാര്യങ്ങളുണ്ട് കേട്ടോ, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ണിന്റെ ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കണ്ണിന്റെ ഡോക്ടർ പറഞ്ഞത് എന്താ പറയണ, ഒന്നും കൂടിയും ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് മരുന്നിട്ടിട്ട് വരാൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും സ്പെക്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പൊ ഞങ്ങള് അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യമേ കണ്ണിന്റെ അടുത്ത് ഡോക്ടറെ കാണാനാണ് പോയത്. അപ്പൊ അവിടെ പോയി അവിടുത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോ എന്താ പറയണേ, ആ ഡോക്ടറെ മുമ്പത്തെ ഡോക്ടറെ ഞങ്ങൾ കാണാൻ പറ്റിയില്ല. കാരണം ദിവസം മാറിക്കൊണ്ടിരിക്കുക. ആൾറെഡി അതായത് ഇവിടെ തൃശ്ശൂര് മുളങ്ങത്തോട് ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ജനിച്ചത് മുതൽ അവിടെ തന്നെയാണ് എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിന്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളിപ്പോ ഒരു ഡോക്ടറെ പേര് പറഞ്ഞാലും അല്ലെങ്കിൽ ഡോക്ടർ ഇരിക്കുന്ന ആ ഒരു ഇതില് ക്യാബിന്റെ ഇത് പറഞ്ഞാൽ പോലും നമുക്ക് എല്ലാ പ്രാവശ്യവും വേറെ ഡോക്ടർമാരെയാണ് കിട്ടാറ്. അപ്പോഴും ഡോക്ടർ വേറെ ഡോക്ടറെയാണ് കാണാൻ പറ്റുക. അപ്പൊ ആ ഡോക്ടർ എന്താ പറഞ്ഞ അവനെ ഡാർക്ക് റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. കണ്ണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഉണ്ണിയുടെ കണ്ണിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞാൻ നോക്കുന്നതിൽ കാണാനില്ല പറഞ്ഞ ഒരു പ്രശ്നവുമായിട്ടുള്ള കണ്ണട വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ വരുമ്പോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഡോക്ടർ ഇപ്പൊ ലീവാണ്, അപ്പൊ അവരെ ഒന്നും കൂടി കാണിച്ചോ, അവരാണ് ഈ സ്പെക്സ് ചിലപ്പോൾ വേണ്ടി വരുമെന്ന് അവരാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോ കണ്ണിന്റെ കാര്യത്തില് ഒരുവിധം സമാധാനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കും. കാരണം എന്റെ മോന്
കണ്ണിന്റെ കാര്യത്തിലൊക്കെ കണ്ണിന്റെ ടെസ്റ്റൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ടാണ് അവന് കുഞ്ഞിലേ അല്ലേ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ തുറന്നു പിടിച്ച് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് അപ്പൊ ഒരുപാട് പേര് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോ എന്താ പറയണേ, നമുക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ക്ലിപ്പ് ഉണ്ണിയുടെ ഇതിലെ ക്ലിപ്പൊക്കെ രണ്ട് കണ്ണിൽ ക്ലിപ്പൊക്കെ ഇടുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെ അതിന് നിർത്തത്തില്ല. എന്നാലും വന്ന ഒരു സിസ്റ്റർ ഇല്ലാഞ്ഞപ്പോ സിസ്റ്റർ ഇല്ല, സാധാരണ സിസ്റ്റർമാരാണ് ചെയ്യുക, നമ്മളങ്ങനെ കിടത്തില്ല. പക്ഷെ എന്നാൽ പോലും ഒരു തവണ ഞങ്ങൾക്ക് അങ്ങനെ കാണേണ്ടതായിട്ട് വരുന്നു. അപ്പോ ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരം, ഇപ്പൊ ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞത് പ്രകാരം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കണ്ണിന് എന്നാണ് പറഞ്ഞത്. രീതിയിലുള്ള കുഴപ്പങ്ങളും അപ്പോ ആ ഒരു വിഷയത്തില് ഇത്തിരി സമാധാനമായി. എന്നാൽ കൂടി ഇനി അടുത്തൊരു ഹോസ്പിറ്റൽ പോക്കിന് മറ്റേ ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. നമുക്ക് എന്താ പറയണ, പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി ഉണ്ടാവണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കണം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ഓപ്പറേഷന്റെ കാര്യം സംസാരിക്കാനായിട്ട് സർജന്റെ ഡോക്ടറെ കാണാൻ പോയി. സർജന്റെ പോയപ്പോ സർജന്റെ ഡോക്ടർ ലീവായിരുന്നു. അതായത് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ലീവായിരുന്നു. അയാളുടെ അമ്മയ്ക്ക് എന്തോ ഹോസ്പിറ്റൽ കാര്യമായിട്ട് അങ്ങനെ ഡോക്ടർ ലീവായി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ മെയിനായിട്ട് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറെ കണ്ടിട്ട് ഇത് ഓപ്പറേഷൻ എത്രയും നേരത്തെ ചെയ്ത് തരാൻ പറ്റുമോ ഡോക്ടറെ കാണാനായിട്ട് ആണ് ഞങ്ങൾ മെയിനായിട്ട് പോയത്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടറെ എങ്ങനെയും കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവിടെ ഡോക്ടറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി. പക്ഷെ ആരും തന്നൊന്നുമില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തു ആ ഡോക്ടറുടെ നമ്പർ കിട്ടാനൊക്കെ. അപ്പൊ അത് നടന്നില്ല. ഒരു ആഴ്ചയില് നമുക്ക് ഒന്നുകൂടി പോകണം ഡോക്ടറെ കാണാനായിട്ട്. കാരണം അതിന് ഒരു തീരുമാനമാക്കാതെ നമുക്ക് പ്രയാസമാണ്. വീണ്ടും നീണ്ടു പോവാ. ഞങ്ങളിപ്പോ അവിടുന്ന് വന്നിട്ട് ഇപ്പൊ ഏകദേശം 6 മാസത്തിന് മേലെയായി. നമ്പറിൽ വന്നതാണ്. പിന്നെ ഉണ്ണിയുടെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ഈ ഓപ്പറേഷൻ കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷൻ നീണ്ടു പോണു. അപ്പോ എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഉണ്ണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഉണ്ണിയുടെ 3.5 മാസത്തിന്റെ കുത്തിവെപ്പ് എടുത്തിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടുകൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.